കേസ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കാണിക്കുന്നത് വിഡ്രോവൽ പ്രോസസ്സിങ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആദ്യം 454 ഉണ്ടായിരുന്നു, വിഡ്രോ ചെയ്തു. ഇനി ബാക്കിയുള്ളത് വെറും 35 രൂപയോളം മാത്രമാണ്. അപ്പോൾ ഇതിലെങ്ങനെ വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓപ്പണാക്കി ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത്, കയറിയതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മുഴുവനായിട്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ വരും. അപ്പോൾ ഇതിൻ്റെ അവിടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ആദ്യം 35 രൂപ കാണിച്ചു. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് നമുക്ക് അതിൽ ഡിഡക്ഷൻ പിടിച്ചിട്ട് TDS പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട്, എന്നിട്ട് നമുക്ക് കൺഫേം എന്നുള്ളത് കൊടുത്ത് നമുക്ക് ഇതിൽ MPIN സെറ്റ് ചെയ്തിട്ടുണ്ട്. MPIN അടിച്ചുകൊണ്ടാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. MPIN അടിച്ച് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ സം ടൈംസ് ഉള്ളിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയി കാണിച്ചു കഴിഞ്ഞാൽ ബാലൻസ് 0 എന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ ആപ്ലിക്കേഷൻ സമയം നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു മാസം 1 ലക്ഷം രൂപ എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 4.2 സ്റ്റാർ റേറ്റിങ്ങും. വെറും സ്റ്റാർ റേറ്റിംഗ് അല്ല, 31,000 ആളുകൾ ഇത് റിവ്യൂ ചെയ്തിട്ടുള്ള സ്റ്റാർ റേറ്റിംഗ് ആണ് 4.2യിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ സമ്പാദിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലത്തെ നല്ല നല്ല ആപ്ലിക്കേഷൻസിനെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഓരോ ആപ്ലിക്കേഷൻ്റെ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷൻ്റെ പ്രൂഫുകളും നമ്മൾ ടെലഗ്രാമിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൂടെ എന്നെ ചാറ്റ് ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം, എന്താണ് ഇതിൻ്റെ വർക്ക് വരുന്നത് എന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇതിൽ വർക്ക് വരുന്നത് ചെറിയ ടൈപ്പിംഗ് ജോബ് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ജോബ്, ഇങ്ങനത്തെയൊക്കെ സിമ്പിളായിട്ടുള്ള വർക്ക്സുകളാണ് നമുക്കിവിടെ വരുന്നത്. ഞാൻ ഈ പ്രോസസ്സിങ് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോ പ്രത്യേകതകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടുള്ളൂ, നിങ്ങളുടെ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് സെൻഡ് OTP കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫോൺ നമ്പർ അടിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചുകൊണ്ട് ഇതിൽ ജസ്റ്റ് പെർമിഷൻസ് അലോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ റഫറൽ കോഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ആധാർ വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇനി നിങ്ങൾക്ക് ആധാർ കാർഡ് വെരിഫിക്കേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡു ഇറ്റ് ലേറ്റർ അത്ര കൊടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇൻ്റർഫേസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഏണിങ്സിൻ്റെ മുകൾ ഭാഗമുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഏൺ ചെയ്യുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൽ എല്ലാ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് പേ ഔട്ട് വരുന്നത്. മീൻസ് ഇതിൽ ഏൺ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ 10% ഏണിങ്സ് നിങ്ങൾക്ക് നേടാനായിട്ടും പറ്റും. ഓക്കെ, അതിനായിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് പറ്റും സെൽ ആൻഡ് ഏൺ. സെൽ ആൻഡ് ഏൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സെൽ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്ക് അക്കൗണ്ട്സ് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ആർക്കെങ്കിലും IDFCൻ്റെ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇത് കൊടുത്ത് നിങ്ങൾക്കത് അവർക്ക് സെല് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വളരെ സിമ്പിളായിക്കൊണ്ട് നിങ്ങൾക്കിത് സെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഈസി
അതോടൊപ്പം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ബാങ്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ബാങ്ക് അക്കൗണ്ടുകൾ നമുക്ക് അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് കൊടാക്കിൻ്റെ അക്കൗണ്ട് നമുക്ക് ഷെയർ ടു കസ്റ്റമർ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് എന്ത് ചെയ്യാൻ മതി, ഷെയർ ടു കസ്റ്റമർ എന്നുള്ള കൊടുത്തിട്ട് അതിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓരോന്നിനും വേറെ എമൗണ്ടുകളാണ് കിട്ടുന്നത്. ഇപ്പോൾ 310 രൂപയാണ് കൊടാക്ക് നിർമ്മിക്കുമ്പോൾ കൊടുക്കുന്നത്. ഇൻഡസ് ലാൻഡ് ആണെങ്കിൽ 650, കൊടാക്കിൻ്റെ എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിൽ 1000. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഓരോ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ മുകളിൽ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ പേഴ്സണൽ ലോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അഥവാ പേഴ്സണൽ ലോൺസ് എടുത്ത് കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഈ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരാൾ പേഴ്സണൽ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2.80% അഥവാ അവരിൽ നിന്ന് ഈടാക്കിയിട്ടല്ല, നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊമോഷൻ ഇൻകം പോലെയാണ് ഇവരിത് തരുന്നത്. ഈ ഒരു ഇൻകം നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലാരെങ്കിലും ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുള്ളത്. ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വല്ല പാടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഓപ്പൺ ആക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ പേര് നോക്കുക. ആ പേര് നോക്കിയിട്ട് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഏണിങ്സ് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു സ്റ്റോക്ക് എന്നുള്ളതാണ്. സ്റ്റോക്ക് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാൾക്ക് 1-2 ഫോണിലേക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഷെയർ ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 700 രൂപ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പിന്നെ ഏഞ്ചൽ വൺസ് ഒക്കെ ആണെങ്കിൽ 250. ഇതൊക്കെ നിങ്ങൾ കേട്ട ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും. ഏൺ അപ് ടു 230 HDFCൻ്റെ സ്കൈ ഡിമാറ്റ് അക്കൗണ്ട്, അതോടൊപ്പം തന്നെ Paytm മണി ഡിമാറ്റ് അക്കൗണ്ട്. ഇത്രയും ഡിമാറ്റ് അക്കൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ 3250 രൂപ ഒരു ദിവസം ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഏണിങ്സ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇത് ഷെയർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ ഷെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്കപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഇത് വരും ഇൻ്റർഫേസ്. അപ്പോൾ അതിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അഥവാ മാറ്റാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ കാര്യമെങ്കിലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നാണ് മ്യൂച്വൽ ഫണ്ടും നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഇത് ഷെയർ ചെയ്ത് ഒരു മ്യൂച്വൽ ഫണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചു എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏണിങ്സ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 10% ഓഫ് റെഫറൽ ഇൻകം നമുക്ക് കിട്ടാനായിട്ട് പറ്റും. ഓക്കെ, മറ്റൊരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്. ഓക്കെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മാസം 1 ലക്ഷം വരെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് വരുന്നൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ആപ്ലിക്കേഷൻ. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ഓഫ് ദം.